മഹാരാഷ്ട്ര നിയമസഭയുടെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ മുഖ്യമന്ത്രി ആരാണ് എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനം ആയിട്ടില്ല. തീരുമാനം പ്രഖ്യാപിക്കുവാൻ മഹായുതി സഖ്യത്തിന് കഴിയുന്നില്ല. നിലവിലെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഗവർണറെ കണ്ട് രാജി നൽകുകയുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുകയാണ്. രാകേഷ്, പക്ഷേ എന്തായാലും ബിജെപിയുടെ ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകും എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയാതെ വരുന്നത്? മഞ്ജുഷ, ദേവേന്ദ്ര ഫഡ്നവിസ് തന്നെ മുഖ്യമന്ത്രിയായേക്കുമെന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം BJPക്ക് പുറമെ RSSന്റെ പിന്തുണ കൂടി ദേവേന്ദ്ര ഫഡ്നവിസിനുണ്ട്. ഒപ്പം അജിത് പവാർ പക്ഷവും ദേവേന്ദ്ര ഫഡ്നവിസ് മുഖ്യമന്ത്രിയാകണം എന്നൊരു നിലപാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതേതായാലും ഫഡ്നവിസിന് അനുകൂലമാണ്. ഏതായാലും 2-3 ദിവസത്തിനകം തന്നെ ഈ തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര നിരീക്ഷകർ മഹാരാഷ്ട്രയിലെത്തും. അതിനുശേഷമായിരിക്കും അന്തിമ പ്രഖ്യാപനം എന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നിയമസഭയുടെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. സാധാരണഗതിയിൽ കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് ഭരണഘടനാ വിദഗ്ധർ പറയുന്നത്. പക്ഷേ മഹാരാഷ്ട്രയുടെ തന്നെ മുൻ അനുഭവത്തിൽ ഇതാദ്യമായല്ല. 2004-ലും 2019-ലും ഒക്കെ കാലാവധി കഴിഞ്ഞ ശേഷമാണ് അവിടെ സത്യപ്രതിജ്ഞ നടക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും BJP വൃത്തങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് ഡിസംബർ 1-ന് മുൻപായി സത്യപ്രതിജ്ഞ എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഏതായാലും കേന്ദ്ര നിരീക്ഷകർ സംസ്ഥാനത്തെത്തും. അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനം. പക്ഷേ ഈ ഘട്ടത്തിൽ പോലും ഏക്നാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രി ആക്കണമെന്ന ആവശ്യം ശിവസേന മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മറാത്ത വിഭാഗത്തോളം നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി പദം നൽകണം, പകുതി ടൈമെങ്കിലും നൽകണം എന്നൊരാവശ്യം ഈ ഘട്ടത്തിലും ശിവസേന മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മഞ്ജുഷ്, ശരി, മഹായുതി സഖ്യം വലിയ ഭൂരിപക്ഷം നേടിയെങ്കിലും മുഖ്യമന്ത്രി ആര് എന്ന് പ്രഖ്യാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല.